ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ കടത്തിയതുമായി ബന്ധപ്പെട്ട പരിശോധനയുടെ ഭാഗമായുള്ള ഓപ്പറേഷൻ നുങ്കൂറിന്റെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ വർഷങ്ങൾക്ക് മുമ്പ് മലയാള സിനിമയിൽ ചില പ്രമുഖരുടെ പേര് ഉയർന്നു വന്ന പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ തട്ടിപ്പ് വീണ്ടും ചർച്ചയാകുകയാണ്. മലയാളത്തിലെ മുൻനിര താരങ്ങളായ സുരേഷ് ഗോപി, ഫഹദ് ഫാസിൽ എന്നിവരാണ് അന്ന് ആരോപണം നേരിട്ടത്. കേരളത്തിലെ വാഹനങ്ങൾ, അതിൽ പ്രധാനമായും ആഡംബര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള നികുതി വെട്ടിക്കാനായി പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നതായിരുന്നു കണ്ടെത്തൽ. ഒന്നും രണ്ടുമല്ല, ഏകദേശം 2000-ൽ അധികം വാഹനങ്ങളാണ് ഇത്തരത്തിൽ പുതുച്ചേരിയിൽ വ്യാജ മേൽവിലാസം ഉണ്ടാക്കി ആളുകൾ സ്വന്തമാക്കിയത്. അതിനാലാണ് ഇന്നത്തെ കേന്ദ്രമന്ത്രിയും BJP എംപിയുമായ സുരേഷ് ഗോപി, യുവ സൂപ്പർ താരം ഫഹദ് ഫാസിൽ, അമല പോൾ എന്നിവരുടെ പേരുകളും ഉയർന്നു വന്നത്. നികുതി വെട്ടിപ്പിനായി വ്യാജരേഖ ചമച്ച് കേരളത്തിൽ 2357, അതായത് 2357 വാഹനങ്ങൾ പുതുച്ചേരി രജിസ്റ്റർ ചെയ്തതാണത് 2019 കണ്ടെത്തിയത്. പുതുച്ചേരിയിലെ ചാവടിയിലെ അപ്പാർട്ട്മെന്റിലെ താൽക്കാലിക താമസക്കാരൻ എന്ന നിലയിലാണ് 2010 വാങ്ങിയ കാർ സുരേഷ് ഗോപി അവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. രണ്ട് കാറുകളുടെ കാര്യത്തിലും ആരോപണം ഉയർന്നെങ്കിലും ഒന്നിൽ മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്ത് നടപടിയെടുത്തതും. വ്യാജ മേൽവിലാസം ഉണ്ടാക്കിയതിനാൽ ലക്ഷങ്ങളുടെ നികുതിയിൽ നിന്ന് അന്ന് താരം ലാഭിച്ചത്. ഏകദേശം 16 ലക്ഷം രൂപയാണ് നികുതി വെട്ടിപ്പ് നടത്തിയതായിരുന്നു സുരേഷ് ഗോപിക്കെതിരെ കണ്ടെത്തൽ. വ്യാജ സത്യാമൂലം, വ്യാജ സീലും ഉപയോഗിച്ചെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യത്തിൽ നോട്ടറിയുടെ മൊഴിയും പ്രശസ്ത അഡ്രസ്സിന്റെ ഉടമയുടെ മൊഴിയും ഒക്കെ സുരേഷ് ഗോപിക്ക് എതിരായിരുന്നു. ഇതിനു പിന്നാലെ താരത്തിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ജാമ്യത്തിൽ വിടുകയായിരുന്നു. ഫഹദും സമാനമായ ആഡംബരക്കാർ പോണ്ടിച്ചേരി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഡൽഹി, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നും വാഹനം വാങ്ങിയ ഫഹദ് 19 ലക്ഷം രൂപ പിഴ അടച്ച് കേരളത്തിൽ രജിസ്റ്റർ മാറ്റി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു. താരത്തിനെയും അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയായിരുന്നു. അമല പോൾ ആണെങ്കിൽ വാഹനം കേരളത്തിൽ എത്തിക്കാതിരുന്നതിനാൽ കൂടുതൽ നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കാനായിരുന്നില്ല. വർഷങ്ങൾക്കിപ്പുറം ഭൂട്ടാനിൽ നിന്നുള്ള അനധികൃത വാഹന കടത്തിന്റെ വാർത്തകൾ വരുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നതും ഈ സംഭവമായിരിക്കും. എന്നാൽ ഇരു കേസുകളിലും ചില വ്യത്യാസങ്ങളുണ്ട്. നേരത്തെ ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച 150 വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടത്തി എന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് അന്വേഷണമാണ് ഓപ്പറേഷൻ നങ്കൂറിലേക്ക് രാജ്യവ്യാപക റെയ്ഡിലേക്ക് നയിച്ചത്. ഭൂട്ടാൻ മിലിറ്ററി ലേലത്തിൽ വയ്ക്കുന്ന വാഹനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി ഹിമാചലിൽ രജിസ്റ്റർ ചെയ്ത് നാലിരട്ടി വിലയ്ക്ക് വിൽക്കുന്നതാണ് ഇടനിലക്കാർ ചെയ്തത്.